ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബൾക്കായിട്ടുള്ളൊരു ഓർഡറാണ് കേട്ടോ. ഡ്രീം കേക്കിൻ്റെ ഓർഡർ ചെയ്യാണ്ടായിരുന്നു. 60 പീസ് കേക്കാണ് കേട്ടോ നമുക്ക് ചെയ്യാണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എക്സ്ട്രാ ഒരു 20 പീസ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ട് ഓർഡർ എടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഒന്നിച്ച് ഞാൻ സ്പഞ്ച് റെഡിയാക്കിയതോ കട്ട് ചെയ്തോ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാം കൂടി ഒരു തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ആവില്ല എന്നുള്ളതുകൊണ്ട് കൂടെ ഹസ്ബൻഡും കൂടി സഹായിക്കാൻ തന്നിട്ടുണ്ട്. കാരണം നല്ല ടൈം എടുക്കുന്നുണ്ട്. കാരണം ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഓരോ ബോക്സിലാക്കുക, കറക്റ്റ് ഇതെല്ലാം ചെയ്യുക എന്നുള്ളത് സാധാ കേക്ക് ചെയ്യണ പോലെയല്ല, നല്ലോണം റിസ്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളെ ഞാൻ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ കൂടെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഒരു ഷോപ്പിലേക്കുള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഓരോ ബോക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി എക്സ്ട്രാ ചെയ്ത ബോക്സസ് ഉണ്ടല്ലോ, അത് ഞാൻ നൈറ്റിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ സെയിലായി കേട്ടോ. അത് നമ്മൾ സ്റ്റാറ്റസ് കണ്ടിട്ട് നമ്മൾ ഫാമിലീസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് മേടിച്ചിട്ട് അതങ്ങനെ സെയിലായിപ്പോയി. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രീം കേക്കിൻ്റെ സീസണ് അതൊരു ടൈമിൽ നല്ല ട്രെൻഡിങ് ആയിരുന്നല്ലോ. ഇപ്പോൾ അങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ഒരു ഡ്രീം കേക്കിൻ്റെ ചോക്ലേറ്റിനൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ടൈമിലല്ല, ഇപ്പോൾ ഒരുപാട് റേറ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്രയും റേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ റേറ്റിൽ കൊടുക്കൽ ഭയങ്കര നഷ്ടമാണ്. പിന്നെ അതുമല്ല, കസ്റ്റമേഴ്സിനോട് എത്ര പറഞ്ഞാലും ആ ഒരു ചോക്ലേറ്റിന് ഇത്രയും റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് എന്താ പറയുക, ആപ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് അവരത് ക്യാൻസൽ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഫുള്ളി നമ്മൾ ആ ഒരു ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടൊന്നുമല്ല, നമ്മൾ സാധാ മേലോടെ ചോക്ലേറ്റും ഞാനിതിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒരു ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് പിറ്റേ ദിവസത്തിനുള്ള ബോക്സസൊക്കെ ഞാൻ ഒന്ന് ബോക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്കൊന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഈ ഒരു കേക്ക് എൻ്റെ കസിൻ്റെ മോൾക്കുള്ളതാണ്. ആളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതാണ്. ബ്ലൂ കളറിലാണ് കേട്ടോ ബേബിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഞാനൊരു ബ്ലൂ വൈറ്റ് തീമിൽ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് വെച്ചിട്ട് ഒരു ടോപ്പറും കൂടി വെച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ ലുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മളടുത്ത് മോഡൽ പറഞ്ഞിട്ടില്ല, നമ്മളിഷ്ടത്തിന് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവർ ഫോട്ടോസൊക്കെ കാണാൻ. ഇനി നമുക്കൊരു ഗ്രൂം ടു ബി കേക്കാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു കേക്ക് എൻ്റെ ഫ്രണ്ടിനുള്ളതാണ്. അപ്പോൾ അവർ വീട്ടിൽ നമ്മൾ മോഡൽ നമുക്ക് ഏകദേശം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അതുപോലെ ഫോണ്ടൻറ്റിലൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആവുമോ എന്നറിയില്ല. പിന്നെ അത് മെൽറ്റ് ആവുന്ന ഇഷ്യൂ വരും. അപ്പോൾ പെർഫെക്റ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് പ്രിൻ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഞാനൊരു ഹോൾ ഇട്ടിട്ട് ഞാനൊരു ഫ്ലവർ മുകളിൽ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അതൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു കേക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യണത്. പിന്നെ ഫോട്ടോ എടുക്കാൻ ഞാൻ നിന്നില്ല, അതങ്ങനെ അവർക്ക് കൊടുത്തു. ഈ ഗെയിം ഓവർന്ന് അവളെ സിസ്റ്റർ വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ആളെ സിസ്റ്റർ അതുപോലെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആൾക്കുള്ള തന്നെ അവൻ്റെ കല്യാണത്തിൻ്റെ കേക്കും നമുക്ക് തന്നെയാണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വെഡ്ഡിങ് കേക്ക് എന്ന് പറയുമ്പോൾ 2 ടയർ കേക്കല്ല, ഒരു ടോൾ കേക്കാണ്. അതിൽ 1 kg കേക്കും ബാക്കി താഴേക്ക് ഡമ്മി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 6 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി ഡമ്മി ഇതേപോലെ തെർമോക്കോളിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് അതിലാണ് കേട്ടോ ഡമ്മി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ ആ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ടോട്ടൽ ഞാൻ 4 ലെയർ വെച്ചിട്ടുണ്ട്. കേക്ക് വന്നിട്ട് നമ്മൾ 5 ലെയർ കേട്ടോ. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യുക. ഈ ഒരു സൈസിലൊന്നും, ഈ ഒരു 6 ഇഞ്ച് 7 ഇഞ്ചിലൊന്നും ഡമ്മി ഞാൻ വീട്ടിൽ സ്റ്റോർ ചെയ്യാറില്ല. കാരണം നമുക്ക് അങ്ങനത്തെ ഓർഡർ വരാറില്ല കേട്ടോ. വെഡ്ഡിങ് കേക്കിനൊക്കെ ആകുമ്പോൾ താഴെ ഡമ്മി യൂസ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് 9 ഇഞ്ചൊക്കെ ഡമ്മിയുടെ ആവശ്യം വരാറുണ്ട്. അത് ഓൾറെഡി നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷേ 6 ഇഞ്ചൊക്കെ ഇതേപോലെ ചെറിയ ഡമ്മി താഴേക്ക് വെക്കാൻ പറയുമ്പോൾ ടോൾ കേക്ക് ആക്കി തരാൻ പറയുന്ന കേക്കൊക്കെ ഞാൻ ഇതേപോലെ തെർമോക്കോളിന് ഷീറ്റ് വെച്ചിട്ട് ഡമ്മി നമ്മൾ വീട്ടിൽ ചെയ്യാറാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളെടുത്ത് ഷീറ്റ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നുകൂടെ ഈസി. കാരണം നമ്മൾക്ക് ഹൈറ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലെയർ 2 ലെയറൊക്കെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒറിജിനൽ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർ ചെയ്യാൻ പറഞ്ഞതാണ്, ഇങ്ങനെ ചെയ്തു തരാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കേക്കിലേക്ക് വേണ്ട പ്രിൻ്റാണ്. ഈ ഒരു കപ്പിൾ പ്രിൻ്റ് ഫോട്ടോ ഞാൻ ലേസർ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഷോപ്പിലത്തെ ആൾക്ക് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞ സൈസിൽ അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ല റിസ്ക്. കാണുന്ന പോലെയല്ല, അത്യാവശ്യം ടൈം എടുക്കണം കേട്ടോ ഈ ഓരോ എഡ്ജസിലും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈവനിങ്ങിലാണ് കേട്ടോ ഈ ഒരു കേക്ക് വേണ്ടത്. ബ്രൈഡും ഗ്രൂമൊക്കെ വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിൽ വെച്ച് കട്ട് ചെയ്യാനാണ് ഈ കേക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. താഴെ ഡമ്മി ആയതുകൊണ്ട് ഫ്ലവർ അതിലേക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നല്ല റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ളി വൈറ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ബ്രൈഡിൻ്റെ ഡ്രസ്സ് റെഡ് ആയതുകൊണ്ട് ഈ ഒരു കളറാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് ചെയ്യാൻ. ഇനി നമുക്ക് റെഡ് കളറിൽ ഫ്ലവേഴ്സും പിന്നെ ടോപ്പറും വെച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർഫ്ലൈ ഞാൻ വെച്ചു, പക്ഷെ അത് കൊഴിഞ്ഞാടി. പിന്നെ ഞാനത് റിമൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ലുക്ക് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.